മോളെ പൊന്നുമോളെ പോവല്ലേ മോനെ ഞാൻ എന്റെ കാല് പിടിക്കൊണ്ടോ ഞങ്ങൾ കുട്ടിയാണ് ഞങ്ങൾക്ക് ആകെ ഒരു മോളുള്ളൂ. മോളെ പോവല്ല, നിന്റെ കാല് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു ഉമ്മാനെയും ഉപ്പാനെയും ഒരു വീഡിയോയിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞു. ആ വീഡിയോ ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കൊടുക്കരുത് സാറേ, ഇത് ഞാൻ സാറേ എന്റെ മോളാണ്, ഞാൻ അത്ര കഷ്ടപ്പെട്ട് വന്നിട്ടാക്കിയാണ് സാറിന് ചെയ്തു കൊടുക്കരുത്. ഈ വൈസ് ഓഫീസിൽ മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല സാറേ, ഇതിപ്പോ 18 വയസ്സായ കുട്ടികളാണ്. സാറ് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്. ശരി, 18-19 വയസ്സാവണയുള്ള ഡിഗ്രി കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറബി നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വിദ്യാലയം പഠിപ്പിക്കുന്നത്. മോളെ പൊന്നുമോളെ പോവല്ലേ മോനെ ഞാൻ എന്റെ കാല് പിടിക്കൊണ്ടോ ഞങ്ങൾ കുട്ടിയാണ് ഞങ്ങൾക്ക് ആകെ ഒരു മോളാണ് മോനെ, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിനക്കില്ല മോനെ കേൾക്കുമ്പോഴായിട്ട് വാ മോളെ ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല മോളെ, കല്യാണം നടന്നിട്ടില്ല. അപ്പൊ അല്ല സാറേ പ്ലീസ് സാറേ എന്തേലും ചെയ്തു സമാധാനത്തിൽ സംസാരിക്കും. 5-6 ദിവസമായിട്ടുള്ളൂ, അപ്പോഴത്തേക്കും വിളിച്ചത് പറഞ്ഞ് മനസ്സിലാക്കും സാറേ. അപ്പൊ ഒരു കെട്ടിച്ചില്ല കല്യാണത്തിന് സമയമായിട്ടില്ലല്ലോ. അത് പഠിക്കട്ടെ, പഠിച്ചിട്ട് നമുക്കൊരു ജോലിയോ. കഴിഞ്ഞ ദിവസം ഒരു കേസ് നടത്തി കൊടുത്തിട്ട് അവസാനം അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി മോളെ കേട്ടില്ല. സാറാണ് പറയുന്നത്. സാർ ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങള് രക്ഷിതാക്കളുടെ അടുത്ത് കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇത് പറഞ്ഞാൽ പറ്റില്ല. മോളെ വായോ സമ്മതിക്കാം, നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എവിടെ പോയി ജീവിക്കും? നിങ്ങൾ എവിടെ പോയി ജീവിക്കും? നിങ്ങൾ എവിടെ പോയി ജീവിക്കും? ഞാനിത് പറയും. രണ്ടാളും കൂടി ചോദിച്ചത്, രണ്ടാളും കൂടിയിട്ട് എവിടെ പോയി ജീവിക്കും? നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് മോളെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഈ എവിടെ പോയിട്ട് ജീവിക്കുക? അനാവശ്യം പറയരുത്. കൂടിയിട്ട് അവിടെ പോയിട്ട് കിടന്നു പറഞ്ഞാൽ അല്ലല്ല മോളെ വായോ കുട്ടിയോട് പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോൺ വാങ്ങിക്കൊടുത്ത് അന്ന് തുടങ്ങി ഈ പ്രശ്നം. ഈ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ, ആ മനുഷ്യൻ തൻ്റെ മകളുടെ കാലിൽ വീണ് കരഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നിന്റെ കാല് ഞാൻ പിടിക്കാം, എൻ്റെ കൂടെ പോരെ എന്ന് പറയുന്നത് 10-18 വയസ്സ് വരെ നോക്കി വളർത്തി ആ കണ്ട രൂപഭാവ കോലത്തിലാക്കിയ സ്വന്തം മകളുടെ മുന്നിൽ ഒരു പിതാവ് പറയുന്ന വാക്കുകളാണ്. നിന്റെ പിതാവിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് ആ ഉമ്മ വിളിച്ച് പറയുന്നത് നിങ്ങൾ ആ വീഡിയോയിലൂടെ കേട്ടതല്ലേ? ആ സമയത്തും ആ മകള് പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന്. എത്ര കൂളായിട്ടാണ് പറയുന്നത്. ആ മാതാപിതാക്കൾ ആ സമയത്ത് കിടന്നു ഉരുകുകയാണ് അവർ. ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഈ വക എല്ലാ കാര്യങ്ങളിലും അക്കൗണ്ടുകളുള്ള നമ്മുടെ മക്കളെ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു പിതാവ് കിടന്ന് കാട്ടിക്കൂട്ടുകയാണ്. അതിലൊരു വ്യക്തിയുടെയും ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. ഇത്രയെത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ മുമ്പും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയോ ഇന്നോ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. എത്രത്തോളം എന്ന് നോക്ക് നിങ്ങൾ, 18 വയസ്സ് വരെ നോക്കി വലുതാക്കിയ ആ ഉമ്മാനേക്കാളും ആ ഉപ്പാനേക്കാളും ആ പെൺകുട്ടിക്ക് വലുതായിട്ട് തോന്നിയത്. ആ മനുഷ്യനാകട്ടെ അറേബ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് ആ മനുഷ്യൻ ചോര നീരാക്കിക്കൊണ്ട് സുഖമെന്താണെന്നോ സന്തോഷം എന്താണെന്നോ ഒന്നും അറിയാതെ
തൻ്റെ മക്കൾക്ക് കിട്ടുന്നത് കടം വാങ്ങിച്ചിട്ട് വരെ വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് മനുഷ്യന് എത്ര വേദനയാണ് ആ മനുഷ്യനുള്ളത് എന്ന് ആ വീഡിയോയുടെ വോയിസുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലേ. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യങ്ങളിൽ കിടന്നിട്ട് ആ മനുഷ്യൻ തൻ്റെ വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയത് മുഴുവനും ആ മക്കൾക്കും ആ ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ്. ആ കാര്യം വരെ ആ മനുഷ്യൻ എടുത്ത് പറയുകയാണ്. എന്തിനാണെന്നറിയോ? തൻ്റെ മകള് തൻ്റെ കൂടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. എത്ര വേദനയിലാണ് ആ ഒരു പിതാവ് ആ കാര്യം വിളിച്ച് പറയുന്നത്. പൊന്നുമോളെ, ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്. ആ മനുഷ്യൻ്റെ കണ്ണീര് കണ്ടിട്ട്, ആ മനുഷ്യനോട് ഇത്രമേൽ വലിയ ക്രൂരത കാണിച്ചിട്ട് നീ ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങി പോവുകയാണെങ്കിൽ നീ ഓർത്ത് വെച്ചോ, നിൻ്റെ ജീവിതത്തിൽ ആനന്ദകരമായിട്ടുള്ള ചില നിമിഷങ്ങളെ ഉണ്ടാവുള്ളൂ. ആ മനുഷ്യൻ്റെ ഈ ഒരു സ്ഥാനത്തേക്ക് നീ മാറുമ്പോൾ, ഒരു കുട്ടി ജനിക്കുമ്പോൾ, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ആ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനകൾ നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷമുണ്ടടി. ആ ഒരു സമയത്ത് ഈ ലോകത്ത് ചിലപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അങ്ങേയറ്റം ലാളിച്ചിരുന്ന ആ മാതാപിതാക്കൾ ഒരു പക്ഷേ നിൻ്റെ കൂടെ ഉണ്ടായി എന്ന് വരില്ല. അങ്ങേയറ്റത്തെ വേദന എത്രത്തോളം എന്ന വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക്. കാരണം ആ മനുഷ്യൻ്റെ വാക്കുകൾ അത്രമേൽ ഹൃദയത്തിനെ പിടിച്ച് മുറുക്കുകയാണ്. ആ പറയുന്നത് ആരോടാ? സ്വന്തം മകളോട്. പോറ്റി വളർത്തി വലുതാക്കി ഈ കണ്ട രൂപഭാവ കോലത്തിലാക്കിയ തൻ്റെ മകളുടെ മുമ്പിൽ കിടന്നിട്ട് ആ മനുഷ്യൻ കേഴുന്നത് നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക ആ ഒരു മനുഷ്യനത്? അതും ഒരേ ഒരു മകള്, ആ ഒറ്റ മകള്, തൻ്റെ മകള് വേറെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് കാണാൻ കഴിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചിട്ടാണ് ആ ഒരു മനുഷ്യൻ ആ ഒരു കാര്യം പറയുന്നത്. ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് മതി മോളെ, നീ ഈ ലോകത്ത് ഒന്നുമല്ലാതാകാൻ. ഈ ലോകമെന്ന് വേണ്ട, നാളെ പരലോകമെന്ന് പറയുന്ന ഒരു ലോകമുണ്ടല്ലോ, ആ ലോകത്തും നീ ഒന്നുമല്ലാതെ നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയാൻ ആ മാതാപിതാക്കളുടെ കണ്ണീര് മാത്രം മതി. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് നമ്മളെ പഠിപ്പിച്ചതെന്താ? അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്നാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? മാതാപിതാക്കളുടെ തൃപ്തി, അവരുടെ പൊരുത്തം കരഗതമാക്കിയാൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം അത് നിങ്ങൾക്കുണ്ട് എന്നാണെങ്കിൽ ഈ കുട്ടിയുടെ കാല് പിടിക്കാമെന്ന് ആ ഉപ്പ പറയുമ്പോൾ, പൊന്നു മോളെ, നീ നിൻ്റെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത് നിൻ്റെ സ്വർഗമാണ് എന്ന് നീ മറക്കണ്ട. ആ സ്വർഗം അല്ലാഹു നിനക്ക് നൽകൂല. എത്രത്തോളം എന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നാലൊഴികെ അത്രമേൽ വേദനിപ്പിച്ചിട്ടില്ലേ മോളെ നീ ആ പിതാവിനെ, ആ മാതാവിനെ? അതും ഒറ്റ മോളല്ലേ, അവർക്ക് എന്തോരം ആഗ്രഹങ്ങൾ നിൻ്റെ മേലുണ്ടാകും. നല്ല രൂപത്തിൽ പഠിപ്പിക്കണം, നല്ല ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ആ മനുഷ്യനെ ചുട്ടുപൊട്ടുന്ന മണൽത്തരിയിൽ കിടന്നിട്ട് ആ മനുഷ്യൻ ചോര നീരാക്കിയിട്ട് ആ പണം നിനക്ക് അയച്ചു തന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ മകള് നല്ല രൂപത്തിൽ കഴിയണമെന്നോർത്തിട്ടാണെങ്കിൽ ആ പിതാവിനെയാണ് ഇത്രമേൽ ക്രൂരമായിട്ട് നീ മറ്റുള്ളവരെ മുമ്പിൽ നാണം കെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും അള്ളാഹു നിന്നോട് ക്ഷമിക്കൂല മോളെ. നിൻ്റെ മാതാപിതാക്കൾ നൽകുന്ന അത്രയും സ്നേഹം ഒരിക്കലും നിൻ്റെ കാമുകനിൽ നിന്ന് നിനക്ക് കിട്ടൂല. നിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിനക്ക് മനസ്സിലാകും നിൻ്റെ ഉപ്പ അനുഭവിച്ച വേദന. കൽബ് പൊട്ടിയിട്ട് ആ മനുഷ്യൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം ഒരിക്കലും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിൻ്റെ ഈ രണ്ട് വ്യക്തികളുണ്ടല്ലോ, ഉമ്മയും ഉപ്പയും, ആ രണ്ട് വ്യക്തികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്.